അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മ, കഴിക്കായിരുന്നില്ലേ? എങ്ങനെ കഴിക്കാൻ അലച്ചു? ഒരു മനസ്സമാനം വേണ്ടേ? അവനൊരാൾ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങി നേരെ കുടുംബത്തേക്ക് പോയേക്ക്. ഒരു കണക്കിന് അച്ഛൻ പോയത് നന്നായിമ്മ. ഇവിടെ നിന്ന് തന്നെ സംഭവം വഷളാവത്തേ ഉള്ളൂ. മൊത്തത്തിൽ മൂട് മാറിക്കുമായിരുന്നല്ലോ അച്ഛൻ. പിന്നെ ഇപ്പൊ നെയ്യാറ്റിങ്കരെ പോയി അമ്മൂമ്മ അടുത്തൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അച്ഛന്റെ ദേഷ്യമൊക്കെ കുറച്ചങ്ങ് കുറയും. അതൊന്നും നമുക്ക് അത്ര കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അച്ഛൻ നേറ്റിനെ പോയിട്ട് അമ്മൂമ്മ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അമ്മൂമ്മയും ദേഷ്യത്തിലായിരിക്കും. എടാ അമ്മൂമ്മയ്ക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ലടാ. അപ്പൂപ്പന് ചിലപ്പോ നല്ല വലിപ്പായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മൂമ്മ മിണ്ടാതിരിക്കണേ. അത് നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കും. എല്ലാം കൂടി കേൾക്കുമ്പോ ഈ തല പെരുക്കാണെന്നേ. വീട്ടിൽ നിന്നും ആരും വിളിക്കണില്ല, നെയ്യാറ്റുകാരെയൊന്നും ആരും വിളിക്കണില്ല. എനിക്ക് വേണം അവർക്ക് രണ്ടു കൂട്ടർക്ക് ഇതൊന്നും പിടിച്ചിട്ടില്ല അവൻ കാണിച്ചത്. പിടിക്കാത്തതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടന് അതിന് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വരുമൊന്നും അല്ലല്ലോ ചെയ്തത്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അതിനിപ്പോ എന്താ പ്രശ്നം? അമ്മ വേറൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിലോ ചേട്ടൻ ചെയ്തത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. അതെ, അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് എല്ലാ കാര്യവും സ്വന്തം തീരുമാനം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്കാരമല്ല നമ്മുടേത്. ചില കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരോടാണല്ലോ അല്ലേ ടീം ചേർന്ന് കല്യാണം നടത്തുന്നത്. എടാ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് പറയാതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടാ. രണ്ടും കൂടെ വിടക്കണമെന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ഇവിടെ ഞാൻ ഇറക്കി വിടും കേട്ടാ. നീലമ്മ അങ്ങോട്ട് വന്നോട്ടെ. അമ്മയടുത്ത് അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ വീട്ടിൽ കയറി വന്നത്. നീയിപ്പൊ എവിടെ വേണേലും കയറി ഇറങ്ങി മെയ്യല്ല. ചെറുക്കാ, ഞാൻ നിന്നോട് വല്ല ചോദിച്ചോ? എന്റെ അമ്മയോടാണല്ലോ ചോദിച്ചത്. അപ്പൊ അതിന് മറുപടി പറയാനുള്ള അവകാശം മകനായ എനിക്കും ഉണ്ട്. പറയാം, പക്ഷെ മര്യാദക്ക് പറയണം, അല്ലെ ചിലപ്പോ വായി പല്ല് കണ്ടെന്നിരിക്കത്തില്ല. അമ്മ കൊച്ചേ, നീ എന്തെങ്കിലും പറയാൻ വന്നാണോ? പറയാൻ വന്നാണെങ്കിൽ പറഞ്ഞിട്ട് പോ. നീലോമ്മയ്ക്ക് എന്നോട് വെറുപ്പാണോ? ഞാൻ എനിക്കൊന്നും പറയില്ല. സോറി വന്നേ. കൊച്ചേ, എനിക്ക് ആരോടും വെറുപ്പൊന്നുമില്ല. കൊച്ചിന് എന്താ പറയണമെന്ന് വെച്ചാൽ അത് പറ. പറയാനുള്ളത് കൊച്ചിനായിരിക്കില്ലല്ലോ. രാവിലെ ഒരു സാർ ഇവിടുന്ന് ഓഫീസിൽ പോയല്ലോ, സാറ് പറഞ്ഞിട്ട് പോയതായിരിക്കും. അമ്മയെ ചെന്ന് സോപ്പിട്ടാൽ മതി, കാര്യങ്ങളൊക്കെ എളുപ്പവും. നീലോമ്മ നിൽക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ഇതിന് മറുപടി തരുന്നില്ല. കേശു ഉണ്ടായിരുന്നു കേട്ടാ. എന്റെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നിനക്ക് എന്താ കുഴപ്പം? എടോ ഇയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവും. എനിക്കൊന്നും പറയാനില്ല. നീ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാ ഇദ്ദേഹത്തിന് പിടിക്കില്ലല്ലോ. എനിക്കൊന്നും പറയില്ല, സോറി. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, നിർത്തിക്കോട്ടോ. എന്താന്ന് ഞാൻ കുറച്ച് ഓവറാവും. അതെ, ചേട്ടൻ കാണിച്ച പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും. ഇനിയിപ്പോൾ അച്ഛൻ സോൾവ് ആയാലും ഞാൻ സോൾവ് ആവുമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അമ്മ നെയ്യാറ്റിൻ്റെ ഒന്ന് വിളിയമ്മ. നെയ്യാറ്റിങ്ങനെ ഒന്ന് വിളിച്ച് കാര്യം തിരക്കാൻ. ഞാൻ എന്തായാലും വിളിക്കണം അങ്ങോട്ട്. നീ വിളിക്കണ വേണമെങ്കിൽ. ഇവിടുത്തെ കാര്യങ്ങളെ അവിടെ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അയാൾ പറഞ്ഞോളൂ ഇവിടുത്തെ എന്താ വിശേഷമൊക്കെ എന്താന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് വേണം. ഇപ്പൊ എനിക്ക് അവരുടെ വായിക്കണ മൊത്തം കേൾക്കാൻ. അല്ലാണ്ട് തന്നെ ഇവിടെ ഒരു സ്വസ്ഥതയില്ല. നിന്റെയൊക്കെ വക ഓരോന്ന് മേടിച്ചു അവിടെ നിന്ന് ഇവിടെ നോക്കാം. രണ്ടെണ്ണം കൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കും. നോക്കി പേടിക്കണം. ഇവിടെ നിന്നാലേ ഞാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇവിടെ ആരുമില്ലേ? ഹലോ, ആരാ? അങ്കിളാരാ? ആരങ്കിള്? അല്ല അങ്കിളല്ലേ അറിയാം അങ്കിളാരെന്ന്. അല്ല, നീ ഇപ്പൊ വിളിച്ചില്ലേ ഒരു അങ്കിൾന്ന്, അതാരാന്നാ ഞാൻ ചോദിച്ചു. അല്ലെങ്കിലേ ഇപ്പം വേറെ ആരും ഇല്ലല്ലോ, അപ്പൊ പിന്നെ അങ്കിളിനെ തന്നെയല്ലേ ഞാൻ അങ്കിളിനെ വിളിക്കണത്. എന്റെ മോളെ വിളി. എന്റെ മോളെ എവിടെയെന്ന്? അങ്കിളുടെ മോളെ അങ്കിളെ വീട്ടിൽ കാണും. എടോ, ഇവിടത്തെ ഒരു പയ്യൻ പറ്റിച്ച് ഇങ്ങോട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്നില്ലേ, ആ മോളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ മോള്. എന്താ? എന്റെ മോളെ കൊണ്ടുപോകണമെന്നാ. ഏത് മോള്? നിങ്ങളുടെ മോൻ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, ആ മോള്. എന്റെ മോള്. ഞാൻ നിങ്ങളെ മോളെ ഞാൻ വന്ന് എടുത്തിട്ട് വന്നോ വീട്ടിൽ നിന്ന്? മനസ്സിലായി, എല്ലാവരും നല്ല ബുദ്ധിയുള്ളവരാണെന്ന്. എനിക്ക് ബുദ്ധി അല്പം കുറവാ. ബട്ട് ഐ ആം നോട്ട് എ ഫൂൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വിരോധം ഇല്ലെങ്കിലും അകത്ത് എറിയുന്ന സംസാരിക്കാം. വാടക വീടല്ലേ? ഇതാ
അല്ല വാടക വീടല്ലേ ഇത് വാടക വീട്ടിനകത്ത് ഇരുന്നാ സംസാരിക്കാൻ പറ്റില്ലേ? വാടക വീട്ടിലാ താമസം, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അതെ, എത്ര ലക്ഷം വേണം? എന്തിനാ? വീട് വാങ്ങിക്കാനാ? അത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അകത്തിരുന്ന് സംസാരിക്കും. ഇരുന്നാലേ അല്പം മര്യാദയ്ക്ക് സംസാരിക്കേണ്ടി വരും. ഇവിടെ ആവുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ഞങ്ങളുടെ കോമ്പൗണ്ടാണേ. പുറത്തുനിന്ന് സംസാരിച്ചാലേ നാട്ടുകാർ കേൾക്കും. അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എനിക്കത് പ്രശ്നമാണ്. ചേച്ചിയെ, ഇത് വേറെ ലെവലാണ് കേട്ടാ. ഇതിന് അച്ഛനേ പറ്റൂ. പപ്പ മോള് വാ, നമുക്ക് പോവാം. ഇവർ പറ്റിച്ചിട്ട് കൊണ്ടുവന്നാണെന്ന് എനിക്കറിയാം. ഐ നോ യുവർ ട്രാപ്പ്. ഇവർക്ക് വേണ്ട കാശ് ഞാൻ കൊടുത്തോളാം. കാശ് കിട്ടിയാൽ പിന്നെ അവർ നിന്റെ പിന്നാലെ ഒന്നും വരില്ല. മോള് വാ, മമ്മി അവിടെ മൊത്തം അപ്സെറ്റാ, ഒന്ന് കഴിക്കുന്നു പോലുമില്ല. വല്ല എടുക്കാണ്ടെങ്കിൽ എടുത്തിട്ട് വാ. പിന്നെ ആ പയ്യന്റെ പേരെന്താ? ആ, വിഷ്ണു. അതേ, വിഷ്ണുവിന്റെ അച്ഛനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറ കേട്ടോ. പപ്പ പോയിക്കോ, ഞാൻ വരുന്നില്ല. ഓ, അത് ശരി. അപ്പൊ നിന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണല്ലേ അവിടെ. പപ്പ ഫോഴ്സ് കൊണ്ടുവരണോ? അല്ലെങ്കിലേ ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മിലിറ്ററി ഫോഴ്സ് ആണോ? കേശു, അമ്മ ചുമ്മാരിയമ്മ കുറെ നേരം തുടങ്ങിയിട്ട് കേൾക്കുന്നതിന്റെ പരിധിയില്ലേ? എന്റെ പൊന്നങ്കിളെ, അങ്കിളിന്റെ മോളെ ഞങ്ങളൊന്നും ഇവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങി പോകാൻ തന്നെ പറയണം. അങ്കിള് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പപ്പ പോയിക്കോ, ഞാൻ വരുന്നില്ല. ഓ, ദാറ്റ് മീൻസ് യു ആർ നോട്ട് കമ്മിങ് വിത്ത് മീ. ഞാൻ വരുന്നില്ല. വന്ന പപ്പയും മമ്മിയും മോളുടെ കൂടെ സഹകരിക്കും, വന്നില്ലെങ്കിൽ സഹകരിക്കില്ല. വരുന്നുണ്ടോ? ഇല്ല. മനസ്സിലായി. ഇവര് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. എന്റെ അങ്കിളൊന്ന് പോവാൻ നോക്കൂ. മേലെ എന്നെ അങ്കിൾ ഒന്നും വിളിക്കരുത്. ഞാൻ നിന്റെ മമ്മിയുടെ ബ്രദറൊന്നും അല്ല. മമ്മിയല്ല, അമ്മ. മോള് വാ. ഒന്ന് നിർത്താവോ? ആ കുട്ടി വരണില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിന്ന് വിളിക്കണേ? പോയിക്കൂടെ നിങ്ങക്ക്? ഓക്കെ ഓക്കെ, കാണാം കാണാട്ടാ. പാവം കേട്ടാ, കാശ് ഒരുപാടുണ്ട്, പക്ഷെ വിവരം തീരെയില്ല. കേറി വന്ന വഴിക്ക് എന്ത് പറഞ്ഞത്? എന്റെ അച്ഛന് മട്ടൻ എന്നല്ലേ? ആ മനസ്സിലായി ശരിക്കും ആർക്കെന്ന്. ഒരു പോ.